ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കപ്പോൾ കുറച്ചുകൂടെ പ്രിപ്പോസിഷൻസ് നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 3-4 ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ പ്രപ്പോസിഷൻസ് ഇനി ഒരുപാടുണ്ട്. അതില്ലാതെ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും പറ്റില്ല. പക്ഷേ നമ്മൾ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എവിടെ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്രപ്പോസിഷൻ തന്നെ പല ടൈമിൽ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും നമ്മൾ. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കുക. കാരണം അതെല്ലാം ഓരോ ടോപ്പിക്സും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പ്രപ്പോസിഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ്, ഫോർ, ഓഫ് ആൻഡ് ടു. ഈ 4 നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാ സെൻറ്റൻസിലും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ് അപ്പ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. ഈ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് പോലെ തന്നെ അതൊരു അപ്വേർഡ് മൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്, ഒരു അപ്വേർഡ് ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഗോൾഡ് പ്രൈസസ് ഹാവ് കം അപ്പ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ വീക്സ്. കണ്ടോ, അതൊരു സർജിനെയാണ് കാണിക്കുന്നത്. ദാറ്റ്സ് എ ഹൈക്ക്. അത് കൂടി എന്നുള്ളതിനെയാണ് അപ്പെന്നുള്ളതിനെ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റു എന്നുള്ളതിനെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ജോൺ ഈസ് ഓൾറെഡി അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ ഈസ് ഓൾറെഡി അവേക്ക് എന്നുള്ള മീനിങ്ങിലാണ്, അതായത് ഉറങ്ങി എഴുന്നേൽക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് അങ്ങ് ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. കാരണം ഇത് ഓൾവേസ് ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഡൗൺ. ഈ അപ്വേർഡ് ട്രെൻഡ് എവിടെയൊക്കെ വരുന്നോ നമുക്ക് അവിടെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ അപ്പിനെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രപ്പോസിഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഓഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. OF, ഓഫ്. ഈ ഓഫ് എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും കണക്ഷനെ കാണിക്കാനാണ് നമ്മൾ ഓഫ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ലിവ്സ് വെസ്റ്റ് ഓഫ് ദ ലേക്ക്. അതുപോലെ തന്നെ ഡെയ്സി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രണ്ട്സ്. കണ്ടോ, ആ ഓഫാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഞാനും ആ ഡെയ്സിയും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഓഫ് എവിടേക്കാണെന്നുള്ളത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. OF, ഓഫാണ്. അത് നിങ്ങൾ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സ്പെല്ലിങ് തെറ്റാതെ ഓർത്ത് വെക്കുക. OF ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രപ്പോസിഷൻ നോക്കിയാലോ. അടുത്ത പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TO2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. അതായത് ദാറ്റ് സംതിങ് ഈസ് മൂവിങ് ഫോർവേഡ്. അതിപ്പോൾ നമ്മൾ 2 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് ഓർ ഐ ആം ഗോയിങ് ടു സ്കൂൾ. പിന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദേ ഇൻവൈറ്റഡ് അസ് ടു ദെയർ പാർട്ടി. കണ്ടോ, നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്തു. അസ് ടു ദെയർ പാർട്ടി. എവിടേക്ക്? അവിടെയാണ് ടു യൂസ് ചെയ്യുന്നത്. കണ്ടോ, അവരുടെ പാർട്ടിയിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഇതെങ്ങനെ പലതരത്തിൽ യൂസ് ചെയ്യാം നമുക്ക്. ഒന്നാമത്തെ കാര്യം, ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയാനായിട്ട് യൂസ് ചെയ്യാം. അതായത് വി ആർ ഗോയിങ് ടു സ്കൂൾ, ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനേഷൻ. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് പറയാനായിട്ട് യൂസ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ only 6 kilometers ഫ്രം മൈ ഹൗസ് ടു ദ മാർക്കറ്റ്. കണ്ടോ, അപ്പോൾ ഡെസ്റ്റിനേഷൻ പറയാൻ യൂസ് ചെയ്യാം, നമ്മൾ ഡിസ്റ്റൻസ് പറയാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു എൻഡ് പോയിന്റിനെ കുറിച്ച് പറയാനും ടു യൂസ് ചെയ്യാം. ദ വാട്ടർ കെയിം അപ് ടു മൈ നീ ലെവൽ. കണ്ടോ, അപ് ടു മൈ നീ ലെവൽ. അവിടെ വരെയാണ് അത് വെള്ളം പൊങ്ങിയിരിക്കുന്നത്. ഇനി അത് മേളിലോട്ട് വരത്തില്ല. സോ ദാറ്റ്സ് ജസ്റ്റ് ആൻ എൻഡ് പോയിന്റ്. അങ്ങനെയുള്ള എൻഡ് പോയിന്റ്സിനെ കാണിക്കാനും നമ്മൾ ടു യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില സന്ദർഭങ്ങളിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ടൈം പീരീഡിനെ കാണിക്കാൻ നമ്മളിത് യൂസ് ചെയ്യുന്നു. ഐ വർക്ക് ഫ്രം 9 to 7. കണ്ടോ, 9 to 7. അല്ലെങ്കിൽ മൈ സ്കൂൾ ഈസ് ഫ്രം 10 to 4. എൻ്റെ സ്കൂൾ 10 മണി തൊട്ട് 4 മണി വരെയാണ്. സോ അതൊരു ടൈമിൻ്റെ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ടു യൂസ് ചെയ്യും. പിന്നെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഐ പ്രിഫർ ചോക്ലേറ്റ് ടു ഐസ്ക്രീം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ഒരു പ്രിഫറൻസ്, നമ്മുടെ പ്രിഫറൻസ് ഏതാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടു യൂസ് ചെയ്യാം. അപ്പോൾ ടൂവിനെ കുറിച്ച് പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഡെസ്റ്റിനേഷൻ നമ്മൾ യൂസ് ചെയ്യും, ഡിസ്റ്റൻസ് കാണിക്കാൻ യൂസ് ചെയ്യും, ഒരു എൻഡ് പോയിന്റ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ടൈമിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കാൻ യൂസ് ചെയ്യും, നമ്മുടെ പ്രിഫറൻസ് കാണിക്കാൻ യൂസ് ചെയ്യും. അപ്പോൾ ടു എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇങ്ങനെയുള്ള പല സെൻറ്റൻസസും നമുക്ക് കറക്റ്റായിട്ട് പറയണമെങ്കിൽ വി ഷുഡ് നോ ഹൗ ടു യൂസ് ടു. അപ്പോൾ ടു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? അപ്പ് പറഞ്ഞു, ഓഫ് പറഞ്ഞു, ടു പറഞ്ഞു.
അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോർ ആണ്. ഫോറും ടു പോലെ തന്നെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചും പറയാനുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, എന്തിൻ്റെങ്കിലുമൊക്കെ പോസിറ്റീവ് എഫക്ട്സിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഫോർ യൂസ് ചെയ്യും. അതല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു റീസൺ ഓർ പേർപ്പസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ ഒരു യൂസേജ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് നമ്മൾ ഫോർ യൂസ് ചെയ്യും. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അതുപോലെ തന്നെ മറ്റൊരു യൂസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും ഫംഗ്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസസിലും നമ്മൾ ഫോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് എന്തിൻ്റെങ്കിലും പോസിറ്റീവ് എഫക്ട്സിനെ കുറിച്ച് പറയാനായിട്ട്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, വാട്ടർ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബോഡി ഹൈഡ്രേഷൻ. കണ്ടോ, ആ ഫോർ എന്നുള്ളത് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ്, അതായത് വാട്ടറിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് എന്താണ് നമ്മുടെ ബോഡിയിലുള്ളത് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു യൂസേജ് നോക്കാം. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു വാട്ടർ ഈസ് ഗുഡ് ഫോർ ദ ഹെൽത്ത്, അതൊരു പോസിറ്റീവ് എഫക്റ്റിനെ കാണിച്ചു. ഇനി വാട്ടറിൻ്റെ ഫംഗ്ഷൻ, വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഹൈഡ്രേറ്റിംഗ് ദ ബോഡി. കണ്ടോ, അതൊരു ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു എക്സാമ്പിൾ, ഈസ് ദാറ്റ് കുക്കി ഫോർ മീ, അതായത് റീസൺ പർപ്പസ്, അതായത് എനിക്ക് വേണ്ടിയുള്ളതാണോ. ഈസ് ദാറ്റ് കുക്കീസ് ഫോർ മീ, ഐ മെയ്ഡ് എ ഡെലീഷ്യസ് കേക്ക് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. സോ ഐ മെയ്ഡ് എ ഡെലീഷ്യസ് ഫുഡ് ഫോർ യു. ഐ വാസ് സ്റ്റഡിങ് ഫോർ ദ എക്സാംസ്. കണ്ടോ, അതിൻ്റെ ആ റീസണാണ് നമ്മളവിടെ കാണിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്, ദാറ്റ് ഈസ് ഫോർ ദ എക്സാംസ്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഫോറിൻ്റെ യൂസേജസ് വരുന്നത്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയായിരുന്നു യൂസേജസ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ വി വർ ഡിസ്കസിങ് അബൌട്ട് അപ്പ്. അപ്പ് ഈസ് ഓൾവേസ് യൂസ്ഡ് വൈൽ ഷോയിങ് ആൻ അപ്വേർഡ് ട്രെൻഡ്. എന്തിനെങ്കിലും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് കാണിക്കാനുള്ള സെൻറ്റൻസസിലെയാണ് നമ്മൾ അപ്പ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓഫിനെ കുറിച്ചാണ്. ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും കണക്ഷനെ കാണിക്കാൻ. ഷീ ലിവ്സ് വെസ്റ്റ് ഓഫ് ദ ലേക്ക്, ഓർ ഐ ലിവ് സൗത്ത് ഓഫ് ദ സ്കൂൾ, ഓർ ഐ ലിവ് സൗത്ത് ഓഫ് ദ മാർക്കറ്റ്. അങ്ങനെ എന്തിനെങ്കിലും ചുറ്റിപ്പറ്റി ഒന്നുകിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയാനോ അങ്ങനെ എന്തെങ്കിലും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിലാണ് നമ്മൾ ഓഫ് യൂസ് ചെയ്യുന്നത്. സോ ബി കെയർഫുൾ അബൌട്ട് ദ സ്പെല്ലിംഗ്. ഓ ഡബിൾ എഫ് അല്ല, ഓഫാണ്. പിന്നുള്ളത് രണ്ടാണെന്ന് വെച്ചാൽ ടൂവും ഫോറുമായിരുന്നു. അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. ടു ആണെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. പിന്നെ ടൈമിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ടൈം പറയാൻ ഉപയോഗിക്കുന്നു, എൻഡ് പോയിന്റ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിഫറൻസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ടു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോർ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയായിരുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനെങ്കിലും ഗുഡ് എഫക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ, എന്തിനെങ്കിലും ഫങ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു റീസൺ ഓർ പേർപ്പസ് ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസസിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോറിൻ്റെ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പ്ലീസ്. സോ സ്റ്റേ ട്യൂൺഡ്. See you in the next class. Goodbye.